ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ സകല മേഖലകളിൽ പാലിച്ച് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും സമ്മേളിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതൊരു കാര്യത്തിൻ്റെയും ഗൗരവവും പ്രാധാന്യവും വർദ്ധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് ചില ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശർ, അതേപോലെ ഒരുപാട് വചനങ്ങൾ ആരംഭിക്കുന്നത് സത്യം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് ആ സൂറത്തിന്റെ പ്രാധാന്യവും ആ ആയത്തിന്റെ മഹത്വവും ബോധ്യപ്പെടുത്തുന്നതാണ് സത്യം കൊണ്ട് ആരംഭിക്കുക എന്നത്. ഏതൊരു മനുഷ്യനും അവൻ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിനൊരു ഗൗരവമുണ്ട്, ആ കാര്യത്തിന് ഒരു പ്രാധാന്യമുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. റസൂല് പറയുന്നത് സലാസത്തുൻ ഉഖ്സിമു അലൈഹിന്ന, 3 കാര്യങ്ങൾ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഞാൻ ഒരു ഹദീസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ അത് മനഃപ്പാടമാക്കണം. അതിലൊന്നാമത്തെ വിഷയം മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖത്തിൻ, ഒരാൾ സദഖ നൽകി എന്നതുകൊണ്ട് അവന്റെ ധനത്തിൽ നിന്ന് യാതൊന്നും കുറയുകയില്ല എന്നാണ്. റസൂല് സത്യം ചെയ്തുകൊണ്ട് ആണയിട്ടുകൊണ്ട് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നത് സദഖ നൽകി എന്നതിന്റെ പേരിൽ ഒരാളുടെ ധനത്തിൽ നിന്ന് ഒന്നും തന്നെ കുറയുകയില്ല എന്നാണ്. അതുകൊണ്ട് അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ധനത്തിന്റെ ഉടമസ്ഥൻ റബ്ബാണ്, അല്ലാഹു ആണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ആ രൂപത്തിൽ അകമഴിഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻസ് എത്രയാണ് എന്ന് പോലും നോക്കാതെ ഒരാൾക്ക് സദഖ നൽകാൻ സാധിക്കുക. ഇത് റബ്ബിൻ്റെതാണ്, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാണ്, ഞാനിത് പൂർണ്ണാടിസ്ഥാനത്തിൽ ഉടമപ്പെടുത്തുന്നവനല്ല, മറിച്ച് റബ്ബ് കൈകാര്യം ചെയ്യാൻ തന്നതാണ്. എന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ശേഷമുള്ളവരാണ് ഇത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് ഉള്ള സമയത്ത് നമുക്ക് നൽകാൻ സാധിക്കണം. ഒരിക്കലും ഒരു പിശുക്കും ആ വിഷയത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല. പല ആളുകൾക്കും ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ പൊതുവെ ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു വീടിന്റെ ഉടമസ്ഥൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് മക്കളെയും ഭാര്യയെയും എല്ലാം മനസ്സിലേക്ക് സദഖ കൊടുക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴായി വരാറുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത്, അവർ തിരിച്ചറിയേണ്ടത്, അവർ അകമഴിഞ്ഞുകൊണ്ട് വളരെ നിഷ്കളങ്കമായി കൊണ്ട് നമുക്ക് നൽകാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അത് കുറക്കുകയില്ല എന്ന്. അത് കുറക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെ മുഖവും നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നാലും ശരി, റസൂലിന്റെ വാക്കാണ് അതിനേക്കാളും മികച്ചു നിൽക്കേണ്ടത് എന്നാണ്. കൊടുത്തതുകൊണ്ട് ഒന്നും തന്നെ കുറയുകയില്ല എന്നതാണ് റസൂലിന്റെ കൽപ്പന. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ സൂറത്തു ബഖറയിലെ 254 ആയത്തിൽ അല്ലാഹു പറയുന്നത് അൻഫിഖു മിമ്മാ റസഖനാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക എന്നാണ്. അല്ലാഹു അവിടെ പ്രയോഗിക്കുന്നത് ഞാനാണ് നിങ്ങൾക്ക് റിസ്ക് നൽകിയിട്ടുള്ളത് എന്നാണ്. എന്റെ റിസ്കിൽ നിന്നാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് റബ്ബ് തന്നതാണ് എനിക്ക് എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു പറയുന്നത് മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ, ഒരു കച്ചവടവും ഉപകരിക്കാത്ത ഒരു കാലം, ഒരു കച്ചവടവും ഉപകരിക്കാത്ത ഒരു ദിവസമുണ്ട്, ഒരു സ്നേഹബന്ധവും ഒരു മിത്രവും നമുക്ക് ഉപകരിക്കാത്ത ഒരു ദിവസമുണ്ട്, ഒരു ശുപാർശയും നടക്കാത്ത ഒരു ദിവസമുണ്ട്. ആ ദിവസം നമുക്ക് ഉപകരിക്കുക നമ്മൾ നൽകിയ സദഖകളാണ്, നമ്മൾ ചെയ്തു വെച്ച ദാനധർമ്മങ്ങളാണ്. ഏറ്റവും നല്ല പര്യവസാനം, ഏറ്റവും നല്ല അവസാനം ഒരാൾക്ക് ലഭിക്കുക അത് സദഖ നൽകുന്ന ആളുകൾക്കാണ്. സൂറത്തുർ റഅദിലെ 22 ആയത്തിൽ അല്ലാഹു പറയുന്നു
പറയുന്നത് വഅൻഫിഖു മിമ്മാ റസഖനാകും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, ഏറ്റവും നല്ല മരണം, ഏറ്റവും നല്ല ജീവിതം അല്ലാഹു ഒരാൾക്ക് നൽകുക അത് സ്വതക്ക നൽകുന്ന വ്യക്തിക്കാണ്. രഹസ്യമായും പരസ്യമായും ദാനധർമ്മങ്ങൾ നൽകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആയത്തിൽ അള്ളാഹു മറ്റൊരു ആയത്തിൽ പറയുന്നത് നഷ്ടം വരാത്ത കച്ചവടമാണ് ദാനധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. വഅൻഫിഖു മിമ്മാ റസഖനാഹും, നാം നിങ്ങൾക്ക് റിസ്കായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ്. ഒരു നഷ്ടവും നമുക്ക് സ്വതക്ക നൽകി എന്നതിന്റെ പേരിൽ, ദാനധർമ്മം നൽകി എന്നതിന്റെ പേരിൽ നമ്മൾ നേരിടേണ്ടി വരികയില്ല എന്നാണ്. വഅൻഫിഖു ലഹും അജ്റുൻ കബീർ, വഅൻഫിഖു ലഹും അജ്റുൻ കബീർ, ആരാണോ ചിലവഴിക്കുന്നത്, ആരാണോ ദാനധർമ്മങ്ങൾ നൽകുന്നത്, ലഹും അജ്റുൻ കബീർ, അവർക്ക് വമ്പിച്ച പ്രതിഫലമാണുള്ളത് എന്നാണ്. അതുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള വിഷയമാണ് നമ്മുടെ അടുക്കലുള്ള ധനം. അത് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി, അതെന്തുമാകട്ടെ, എന്ത് വിഷയത്തിലുമാകട്ടെ, നമ്മുടെ ധനം, നമ്മൾ സമ്പാദിച്ച ധനം അത് മറ്റുള്ള ആളുകൾക്ക് നൽകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയാണ്. വലിയ മനസ്സിന്റെ ഉടമകൾക്കാണ് അത് നൽകാൻ സാധിക്കുക. അങ്ങനെ നൽകുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നൽകുന്ന ഒരു മനോഭാവം ഇല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തിനേറെ, സ്വർഗത്തിൽ സ്വതക്കകൾ നൽകുന്നവർക്ക് മാത്രം പ്രത്യേകം ഒരിടം പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രയെത്ര മനുഷ്യന്മാരാണ് ഒരു ദിവസത്തെ ചെലവ് പോലും കൃത്യമായി ഇല്ലാത്ത ആളുകൾ, ദിവസക്കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, കയ്യിൽ നിന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കഴിയുമ്പോൾ ഒന്നും തന്നെ ബാക്കിയാവുകയില്ല. എന്നിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന എത്രയെത്ര പാവപ്പെട്ട ആളുകളുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുക. കയ്യിൽ ഒരുപാട് ഉണ്ടായിട്ടും, കയ്യിൽ ഒരുപാട് ബാലൻസ് ഉണ്ടായിട്ടും കൊടുക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ധനം അത് നിങ്ങൾക്കൊരിക്കലും ഒരു നിലക്കും ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഹാകുമുത് തകാസുർ എന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹാബി റസൂലിന്റെ അടുക്കിലേക്ക് വരികയാണ്. റസൂലിന്റെ അടുക്കിലേക്ക് വന്നു. റസൂൽ ആ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യഖൂലു ഇബ്നു ആദം, ആദം സന്തതികൾ, മനുഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും, മാലി മാലി, എന്റെ ധനമാണ്, ഞാൻ സമ്പാദിച്ചതാണ്, ഞാൻ കൊയ്തുണ്ടാക്കിയതാണ് എന്ന് മനുഷ്യൻ പറയും. പക്ഷേ റസൂൽ പറയുന്നത് എത്ര അർത്ഥവത്തായ വാചകമാണ് സമൂഹത്തിന് റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്. വഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത, നിന്റെ ധനത്തിൽ നിന്ന് എന്താണ് നിനക്ക് പറയാൻ മാത്രമുള്ളത്? നീ തിന്നതും ആ തിന്ന് നശിപ്പിച്ചതുമല്ലാതെ, നീ ധരിച്ചതും ധരിച്ച് ദ്രവിച്ചു പോയതുമല്ലാതെ എന്താണ് നിനക്ക് നിന്റെ ധനത്തിൽ നിന്ന് ബാക്കിയായത്? എന്നിട്ട് റസൂൽ പറയുന്നത്, ഔ തസദ്ദഖ്ത ഫഅംലൈത, നിനക്ക് ബാക്കിയാവുക നീ സ്വതക്ക നൽകിയതാ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തതാണ് നിനക്ക് ബാക്കിയാവുക എന്നാണ്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയപ്പെടാതെ പിശുക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി ധനം ചെലവഴിക്കാൻ, ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്രയെത്ര സംരംഭങ്ങൾ നമുക്ക് നമ്മുടെ ധനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഉമ്മത്തിനെ തന്നെ, ഒരു പുതിയ തലമുറയെ തന്നെ നമ്മുടെ ധനത്തിലൂടെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അകമഴിഞ്ഞു കൊടുക്കണം. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാനധർമ്മം പരിശോധിച്ചു കഴിഞ്ഞാൽ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും ഒരു നിലക്കും അവരുടെ ധനത്തിന്റെ വിഷയത്തിൽ ഒരു ഭയപ്പാടും അവർക്കുണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്നത് അവന്റെ പണത്തിന്റെ വിഷയത്തിലാണ്, ധനത്തിന്റെ വിഷയത്തിലാണ്. ഇത് കുറഞ്ഞു പോകുമോ, അതല്ലെങ്കിൽ ഇതിൽ നഷ്ടം സംഭവിക്കുമോ എന്നിങ്ങനെ ഓരോ ദിവസവും വളരെ പേടിയോടുകൂടിയാണ് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, തൗഹീദുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു ആണ് റാസിഖ്, അല്ലാഹു ആണ് എനിക്ക് റിസ്ക് നൽകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിന് അവൻ ഭയപ്പെടണം? റബ്ബ് അവന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്നത് വരെയുള്ളത്, അവൻ മരിക്കുന്നത് വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവൻ ജനിക്കുന്ന അന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു നിലക്കും അത് കുറഞ്ഞു
കുറഞ്ഞു പോകുമോ എന്ന വിഷയത്തിൽ നമ്മൾ ഭയപ്പെടാൻ പാടില്ല. എത്രയെത്ര സ്വഹാബാക്കളാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ചില ആയത്തുകൾ അവതരിക്കുമ്പോൾ അവർ ഏറെ ഇഷ്ടപ്പെട്ട അവരുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുവരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏതൊരു സമ്പത്താണോ ആ സമ്പത്ത് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നന്മ അത് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, എന്ന ആയത്ത് അവതരിച്ചപ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ വലിയ തോട്ടം, റസൂൽ ആ തോട്ടത്തിലൂടെ സഞ്ചരിക്കുകയും അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ തോട്ടം അദ്ദേഹം റസൂലിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, റസൂലെ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ഇതാണ്, ഇത് ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെലവഴിക്കുകയാണ് റസൂലെ, ഇത് നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം സ്വതക്കയായി നൽകുകയാണ്. ആലോചിച്ചു നോക്കണം, അദ്ദേഹം ജീവിതത്തിന്റെ ആയുസ്സിൽ പൂർണ്ണമായി ഉണ്ടാക്കിയ, പൂർണ്ണമായി അദ്ദേഹത്തിന്റെ സമ്പാദ്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായത് എന്താണോ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതാണ് നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അള്ളാഹു തന്നതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി കുറച്ചെങ്കിലും തിരിച്ച് നമ്മുടെ ഖബറിലേക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിലേക്ക് വേണ്ടി കുറച്ച് മാറ്റിവെക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. പല ആളുകളും ജീവിതത്തിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് സമ്പത്ത് ബാക്കി വെക്കണം, അവരുടെ മക്കൾക്ക് ശേഷമുള്ള പിൻതലമുറക്ക് വേണ്ടി കുറച്ച് ധനം മാറ്റിവെക്കണം എന്നിങ്ങനെ പിൻതലമുറക്കാർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ വ്യഗ്രത കൊള്ളുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഖബറിലേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്, എന്താണ് ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യുദ്ധരംഗങ്ങളിൽ റസൂൽ ആവശ്യപ്പെടുകയാണ്, ആരാണ് സഹായിക്കാനുള്ളത്, ആരാണ് ഈ സൈന്യത്തെ സഹായിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ സ്വത്തെല്ലാം കൊണ്ടുവന്ന് റസൂലിന്റെ മടിയിൽ വിതറിയ എത്രയെത്ര സഹാബാക്കളുണ്ട്. അതുകൊണ്ട് ആലോചിക്കുക, ആത്മാർത്ഥമായി ഒരു ഭാഗമെങ്കിലും, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗമെങ്കിലും നല്ല രൂപത്തിൽ ഒരു മാസം ഏതെങ്കിലും ഒരു പള്ളിയിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറിവിന്റെ കേന്ദ്രത്തിനോ നമുക്ക് നൽകാൻ സാധിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ പിശുക്കിനെ, നമ്മുടെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പിശുക്ക് എന്ന വളരെ വൃത്തികെട്ട സ്വഭാവത്തെ എടുത്തുമാറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ പിശുക്കരായി കഴിഞ്ഞാൽ ആ പിശുക്ക് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകാരവും നമുക്ക് കൊണ്ടുതരികയില്ല എന്ന് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നമ്മെ പിശുക്കൻ എന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹുവിന്റെ അടുക്കൽ പോലും പിശുക്കനാണ് എന്ന് രേഖപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. രണ്ട് മലക്കുകളെ കുറിച്ച് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരു മലക്ക് രാവിലെ ആയി കഴിഞ്ഞാൽ ആരാണോ സ്വതക്ക നൽകുന്നത് അവന്റെ വിഷയത്തിൽ മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ്, അള്ളാഹു അവന്റെ ധനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന്. എന്നാൽ നൽകാതെ പിടിച്ചു വെക്കുന്നവൻ, അവന്റെ വിഷയത്തിലും മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ്, അവന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു കൊള്ളട്ടെ എന്ന നിലക്ക്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ ധനത്തിൽ നിന്ന് ഒരു ചെറിയ ഓഹരി ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് നമ്മൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു അറിവിന്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതെല്ലാം നമ്മുടെ ധനത്തിന് ബറക്കത്ത് നൽകുന്ന വിഷയമാണ്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആഖിറത്തിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഉപകാരപ്രദമായത് അത് നാളേക്കുള്ള ഒരു ലോകത്തിനു വേണ്ടി നമ്മൾ എന്താണോ ബാക്കി വെക്കുന്നത് അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധനത്തിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഒരുപാട് പണം വെറുതെ അന്യായമായി ചെലവഴിക്കുന്ന ആളുകളുണ്ട്. ആ അന്യായമായി ചെലവഴിക്കുന്നത്, ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നത്, ധൂർത്തായി ചെലവഴിക്കുന്നത് നല്ല നിലക്ക് തിരിച്ചുവിടാൻ വേണ്ടി പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തേതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, വലാ ളുലിമ അബ്ദുൻ മദ്ലമതൻ സബറ അലൈഹാ ഇല്ലാ സാദഹുല്ലാഹു ഇസ്സൻ ഫഅഫു യുഇസ്സുകുമുല്ലാഹ്. അല്ലാഹു പറയുന്നത്, റസൂൽ പറയുന്നത്, ഒരു അടിമ ആക്രമിക്കപ്പെട്ടു, അവൻ വഞ്ചിക്കപ്പെട്ടു, അവനെ ആളുകൾ കബളിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു അടിമ, പക്ഷേ അവൻ ക്ഷമിച്ചു. ആ വഞ്ചനയിൽ അവൻ ക്ഷമ കൈകൊണ്ടു. അവൻ ആക്രമിക്കപ്പെട്ടവനാണ്, എന്നിട്ടും അവൻ ക്ഷമിച്ചു നിന്നു. എന്നിട്ട് അവന്റെ പ്രതാപം അല്ലാഹു വർദ്ധിപ്പിക്കുമെന്നാണ്.
നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടും നമ്മൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ പ്രതാപം വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മാപ്പ് കൊടുക്കാൻ, പുറത്തു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ ആക്രമിച്ചവർ, നമ്മോട് മോശമായി പെരുമാറിയവർ, നമ്മെ കളിയാക്കിയവർ, നമ്മെ വഞ്ചിച്ചവർ, നമ്മുടെ ബിസിനസിന്റെ വിഷയത്തിൽ നമ്മുടെ കൂടെ നിന്ന് ലക്ഷക്കണക്കിന് പണം നമ്മിൽ നിന്ന് തട്ടിയെടുത്തവർ, എല്ലാ ആളുകളോടും അഫ്വ് ചെയ്യാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിട്ടുവീഴ്ച എന്നത് ഈ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ സ്വഭാവ സവിശേഷമായ ഒരു ഗുണമാണ് വിട്ടുവീഴ്ച എന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കണമെന്നാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. പല ആളുകളും നമ്മെ ആക്രമിച്ചിട്ടുണ്ടാകും, പല ആളുകളും നമ്മുടെ കുടുംബത്തെ മോശമായ നിലക്ക് ആളുകൾക്കിടയിൽ ചിത്രീകരിച്ചിട്ടുണ്ടാകും. എല്ലാ ആളുകൾക്കും നമുക്ക് അഫ്വ് കൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ സാധിക്കണം. ഒന്നാലോചിച്ചു നോക്കുക, മാപ്പ് കൊടുക്കാതെ ദേഷ്യവുമായി അഹന്തയുമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ നമ്മൾ ദേഷ്യത്തോടുകൂടി കോപത്തോടുകൂടിയാണ് നമ്മൾ ജീവിച്ചു തീർക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് അസമാധാനമായിരിക്കും ഉണ്ടാകുക. ഒരു സമാധാനവും നമുക്കുണ്ടാവുകയില്ല. കിടന്നുറങ്ങുന്ന നേരത്ത് പോലും ശരിയായി കിടന്നുറങ്ങാൻ പോലും അവനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. അവന്റെ ഉറക്കിനെ വരെ ഈ പറയുന്ന ധാർഷ്ട്യം, ഈ പറയുന്ന ദേഷ്യം, ഈ പറയുന്ന കോപം, വിട്ടുവീഴ്ച ഇല്ലാത്ത സ്വഭാവം അവന്റെ ഉറക്കിനെ വരെ കിടത്തിക്കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് വമ്പിച്ചമായ മാറ്റമാണ്. നമ്മുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകും, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും, എന്തിനേറെ സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വിട്ടുവീഴ്ചയിലൂടെ മാത്രമേ ഒരാൾക്ക് അത് ലഭിക്കുകയുള്ളൂ. ചരിത്രത്തിൽ ഏറ്റവും വലിയ അക്രമത്തിന് ഇരയായ വ്യക്തിയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വം, ഒരുപാട് അക്രമത്തിന് ഇരയായത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹിറാ ഗുഹയിൽ നിന്ന് റസൂലിന് വഹി അവതരിപ്പിക്കപ്പെടുന്നു. പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയത്ത് വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്ന ഒരു കാര്യം, ആ കാര്യം ഓർത്തുകൊണ്ട് റസൂൽ ചോദിക്കുന്ന വളരെ വേദനാജനകമായ, ഒരിക്കലും ആ ചോദ്യം വേദനയിൽ നിന്നല്ലാതെ ഹൃദയത്തിൽ കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ പോലും തകർത്ത് കളയുന്ന ചോദ്യമാണ് റസൂൽ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വറഖത്ത് ഇബ്നു നൗഫലിനോട് ചോദിക്കുന്നത് അവ മുഖ്രിജിയഹും, എന്നെ അവർ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നായിരുന്നു റസൂൽ ചോദിച്ചത്. ഞാൻ ജീവിച്ചു വളർന്ന, എന്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും ജീവിച്ചു വളർന്ന, ഞാൻ കണ്ട് എന്റെ കൊതി തീരാത്ത ഈ മക്കയിൽ നിന്ന് എന്നെ അവർ പുറത്താക്കുമോ എന്ന് റസൂൽ ചോദിച്ചു എന്ന്. കാരണം റസൂലിനെ സംബന്ധിച്ചിടത്തോളം മക്ക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെയേറെ പുണ്യമായ ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്ന് എന്നെ പുറത്താക്കുമോ എന്ന് റസൂൽ ചോദിച്ചു എന്ന്. എന്തിനേറെ മദീനയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ വിശദീകരിക്കുന്ന ഒരു സഹാബി ഹസ്വറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റസൂൽ എത്തുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് റസൂൽ പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നകി ലഖൈറു അർദില്ല, അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഭൂമി അത് നീയാണ് മക്ക. വ അഹബ്ബു അർദില്ല, അല്ലാഹുവിനേറെ ഇഷ്ടമുള്ള സ്ഥലം അത് മക്കയാണ്. വലൗല അന്ന അഹ്ല അഖ്റജൂനി മിൻകി മാ ഖറജ്തു, നിന്റെ നാട്ടുകാർ എന്നെ ഈ മക്കയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എങ്കിൽ ഒരിക്കലും ഞാൻ ഈ മക്കയിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന്. റസൂൽ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അഗണ്യമാണ്, എണ്ണിയാൽ തീരാത്തത്ര അക്രമങ്ങളായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ അടുക്കലിൽ നിന്ന് റസൂൽ നേരിടേണ്ടി വരുന്നത്. മദീനയിലേക്ക് പോകുമ്പോൾ പോലും നൊമ്പരമാർന്ന ഹൃദയത്തോടുകൂടിയായിരുന്നു ആ ഹിജ്റയുടെ വേള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രതാപത്തിന്റെ കാലം, പ്രതീക്ഷയുടെ കാലം ഇസ്ലാമിന് വരുന്നത് മക്ക വിജയിച്ചടക്കുമ്പോഴാണ്. എല്ലാ മുശ്രിക്കീങ്ങളും എല്ലാ അവിശ്വാസികളും റസൂലിന്റെ മുമ്പിൽ റസൂൽ എന്ത് തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. റസൂലിന്റെ സൈന്യം സജ്ജമാണ്. ആ സൈന്യത്തോട് ഒരു ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആ സൈന്യം എല്ലാ അവിശ്വാസികളെയും
തകർത്ത് കളയാൻ മാത്രം ശക്തിയുള്ള ഒരു സന്ദർഭമായിരുന്നു റസൂലിന്റെ അടുക്കലേക്ക് വന്നു കിട്ടിയത്. ആ സമയത്ത് മുശ്രിക്കീങ്ങൾ പേടിച്ചു നിൽക്കുകയാണ്. എന്താണ് റസൂൽ ചെയ്യുക എന്നോർത്തുകൊണ്ട് ആ സമയത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിശ്വാസികളായ ആളുകൾ പറയുന്നത്, അഖുൻ കരീം, നിങ്ങൾ മാന്യനായ വ്യക്തിയാണ്, മാന്യനായ ആളുടെ മകനാണ് നിങ്ങൾ എന്ന നിലക്ക് നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, ഇന്ന് നിങ്ങൾക്ക് യാതൊരു പാപവുമില്ല, നിങ്ങളെ യാതൊരു നിലക്കും ഞാൻ ശിക്ഷിക്കുകയില്ല, നിങ്ങൾക്കെല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും പുറത്തു കൊടുത്തു എന്നാണ്. ആലോചിച്ചു നോക്കണം, ചരിത്രത്തിൽ എവിടെയെങ്കിലും, ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇങ്ങനെയെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടും പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ അത് റസൂലിനല്ലാതെ ഒരു മനുഷ്യന് പോലും സാധിക്കുകയില്ല എന്ന് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാതൃക, റസൂലിന്റെ മാതൃകയാണ് നമുക്കുണ്ടാകേണ്ടത്. കുടുംബത്തിലുണ്ട് ചില ആളുകൾ നമ്മെ കളിയാക്കുന്നവർ, ആ കുടുംബ ബന്ധത്തെ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. എന്നാലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അവന്റെ അടുക്കലാണ് തെറ്റ് എങ്കിലും അത് മനസ്സിലാക്കി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങോട്ട് പോയി അവൻ അഹന്തതയോടുകൂടി അഹങ്കാരത്തോടുകൂടി അവൻ ചെയ്ത തെറ്റാണെങ്കിൽ പോലും പുറത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ചില ആളുകൾ പുറത്തു കൊടുക്കാൻ ഒരു നിലക്കും തയ്യാറാകാത്ത ചില മനുഷ്യന്മാരുണ്ട്. അവർ കാലങ്ങൾ കഴിഞ്ഞ് 5-10 വർഷമായിട്ടും പിന്നീടും അതേ ദേഷ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കാണുമ്പോഴെല്ലാം അതേ വിഷലിപ്തമായ സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, കേട്ടാൽ അറുപ്പ് തോന്നുന്ന സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? എത്ര തിന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ആ തിന്മകൾക്കെല്ലാം അല്ലാഹു നിങ്ങൾ പുറത്തു കൊടുക്കാത്തതുപോലെ അല്ലാഹുവും അതേ രൂപത്തിൽ നിങ്ങളോട് പെരുമാറുന്നതിന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നാലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ള ഒരു മനസ്സിനാണ് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖ്രിൻ. ആരെങ്കിലും ഒരാൾ യാചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആളുകളോട് ചോദിക്കാൻ, പണം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ തുടങ്ങുന്നത്, അവൻ ആരംഭിക്കുന്നത് ഫഖറിന്റെ വാതിലാണ് എന്ന്, ദാരിദ്ര്യത്തിന്റെ വാതിലാണ് അവൻ തുറക്കാൻ പോകുന്നത് എന്നാണ്. ആരെങ്കിലും യാചന ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ദാരിദ്ര്യത്തിന്റെ വാതിൽ അവൻ തുറക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് യാചിക്കുക എന്നത് ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. യാചനയെ ഒരു മുസ്ലിം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. മറിച്ച് നിർബന്ധിതാവസ്ഥയിൽ മാത്രമാണ് യാചന ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇല്ല എങ്കിൽ ഇല്ലായ്മയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പ്രതാപം എന്ന് തിരിച്ചറിയണം. ഇല്ല എങ്കിൽ ഇല്ലായ്മയിൽ ആ കഷ്ടം സഹിച്ച്, ആ പ്രയാസം സഹിച്ച്, ആ ഭാരം ചുമന്നുകൊണ്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ ഒരു പ്രതാപമുണ്ട്, അതിൽ ഒരു ഇസ്സത്തുണ്ട്, അതിൽ ഒരു സമാധാനം നമുക്കുണ്ട് എന്നാണ്. ഒന്നാലോചിച്ചു നോക്കുക, ആളുകളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൃത്തികേടാണ് അത് എന്നൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അതിനർത്ഥം ആരെങ്കിലും ഒരാൾ ചോദിച്ചു വരുന്നുണ്ട് എങ്കിൽ അവനോട് ആ നിലക്ക് പെരുമാറണമെന്നല്ല, മറിച്ച് ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ അകറ്റി നിർത്തരുത്, അവർക്ക് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി ഇസ്ലാം സക്കാത്ത് നിയമമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാചിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ല. കൃത്യമായ സക്കാത്ത് വിതരണം നടക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ല യാചനക്കാർ കുറയുമെന്ന വിഷയത്തിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാചിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എത്ര യുവാക്കളാണ്, അവർക്ക് വയസ്സ് തികഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം വയസ്സായിട്ടുണ്ട്, ജോലിക്ക് പോകാതെ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളെപ്പോലുള്ള ആളുകളും ഈ ഹദീസിൽ ഉൾപ്പെടുമോ എന്നൊരു ഭയപ്പാട് ഉണ്ടാകണം. അതുകൊണ്ട് ജോലിക്ക് പോകാതെ മടിയോടുകൂടി വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഉപ്പക്കും ഉമ്മക്കും പ്രയാസമുണ്ടാക്കുന്ന ആളുകൾ, അവർ തിരിച്ചറിയേണ്ടത് അത് അത്ര നല്ല സ്വഭാവമല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലിഅൻ യഖുദ അഹദുകും ഹബ്ലഹു, നിങ്ങളിൽ ഒരാൾ അവരുടെ അടുക്കലുള്ള കയറ്, ആ കയറെടുത്തുകൊണ്ട്
ആ കയറെടുത്തുകൊണ്ട് തന്റെ ചുമലിൽ വിറക് ചുമന്നു പോകുന്നതാണ് ഏറ്റവും ഖൈറ് ആളുകളോട് ചോദിക്കുന്നതിനേക്കാളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. എന്താണോ ചെയ്യാൻ സാധിക്കുക, എത്ര ചെറിയ പണിയാണെങ്കിലും നമ്മൾ പഠിച്ചു, ആ പഠിച്ചതനുസരിച്ച് നമ്മൾ എന്തൊരു പണിയാണോ നമ്മൾക്ക് കിട്ടേണ്ടത് അതിനുവേണ്ടി പരിശ്രമിച്ചു, കിട്ടിയില്ല എങ്കിൽ വേറെ ജോലിയിലേക്ക് പോയി ആ ജോലിയെടുത്ത് പ്രതാപത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഖൈറുൻ ലഹു മിൻ സുആലിൻ നാസ്, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും അവന് നല്ലത് അങ്ങാടിയിൽ പോയി വിറക് വിൽക്കലാണ് എന്നുവരെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒരാളോട് പോലും ചോദിക്കാതെ, ചോദിക്കുന്ന ഒരു നിലക്കും നമ്മൾ ചോദിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കടത്തിന്റെ വിഷയത്തിൽ പോലും ഇസ്ലാം വളരെ കർശനമായി പറയുന്നത് കടം ഒരാൾ വാങ്ങേണ്ടത് അത്യാവശ്യത്തിനാണ് വാങ്ങേണ്ടത്. എന്നാൽ ഇന്ന് ചില ആളുകൾ എല്ലാ ആർഭാടത്തിനു വേണ്ടിയും ജനങ്ങളുടെ മുമ്പാകെ കൈകൂപ്പുന്ന അവസ്ഥ, ആർഭാടത്തിനു വേണ്ടി കടം ചോദിക്കുന്ന അവസ്ഥ, എന്നിട്ടോ ആ കടം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ കടത്തിനുമേൽ കടമായി ജീവിതം പൊറുതിമുട്ടുന്ന അവസ്ഥ, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പാട്? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും പറഞ്ഞ കൽപ്പനക്ക് വിരുദ്ധമായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത്? അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ജീവിതം അവതാളത്തിലാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കടം വാങ്ങുന്നിടത്ത് പോലും, കടം ചോദിക്കുന്നിടത്ത് പോലും അത്യാവശ്യത്തിനാണ് നമ്മൾ ചോദിക്കേണ്ടത്. കടം അപകടമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് പല ആളുകളും ചോദിച്ചു കഴിഞ്ഞാൽ, ചോദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വീട്ടാൻ പറ്റാത്ത ഒരവസ്ഥ പല ആളുകൾക്കുമുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ചോദിക്കുന്നത് തന്നെ തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച ശിക്ഷയാണ് നിങ്ങൾക്കുള്ളത്. കടക്കാരനായി മരിക്കുകയാണെങ്കിൽ അവന്റെ മയ്യിത്ത് നിസ്കാരം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ചോദിക്കുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം, ഒരാളോടും നമ്മൾ ചോദിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ എന്താവശ്യങ്ങളും നമ്മൾ ചോദിക്കേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ്. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമുക്ക് ധനത്തിന്റെ ആവശ്യമുണ്ടോ, സൗന്ദര്യത്തിന്റെ ആവശ്യമുണ്ടോ, പഠനത്തിൽ നമ്മൾ പിന്നോട്ടാണോ, എല്ലാം ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അള്ളാഹു പറയുന്നത്, ഖുൽ, നബിയെ താങ്കൾ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. റബ്ബല്ലാത്ത ഒരു സൃഷ്ടിയിലേക്കും ഞാൻ തിരിയുകയില്ല. എന്റെ റബ്ബാണ് എന്റെ ജീവിതത്തിലെ എല്ലാം എന്നതാണ് ഒരു മുസ്ലിമിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് എന്ത് ആവശ്യവും റബ്ബിനോട് ചോദിക്കുക, എന്തിൽ കുറവുണ്ടെങ്കിലും റബ്ബിനോട് ചോദിക്കുക എന്ന ഒരു ശൈലിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ നീ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോവുക. വസ്തഈൻ ബില്ലാ, എന്നിട്ട് അള്ളാഹുവിനോട് സഹായം തേടുക. എന്തൊരു കച്ചവടമാണോ നമ്മൾ തുടങ്ങാൻ ആരംഭിക്കുന്നതെങ്കിലും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് അതിൽ മുന്നേറുക. ആളുകളോടും ചോദിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ വിഷയമാണ്. ആ വിഷയങ്ങളിൽ വളരെയേറെ ശ്രദ്ധയുണ്ടാകണം. ഒന്നാമത്തെ വിഷയം, സ്വതക്ക. ഒരിക്കലും സ്വതക്ക നൽകി എന്നതുകൊണ്ട് നമ്മുടെ ധനത്തിൽ നിന്ന് യാതൊന്നും തന്നെ കുറയുകയില്ല. രണ്ടാമത്തേത്, വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് അള്ളാഹു പ്രതാപം ഒരുക്കി വെച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, ഒരാളുകളോടും ഒന്നും തന്നെ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അത്യാവശ്യത്തിന് ചോദിക്കാമെന്നല്ലാതെ എല്ലാത്തിനും ആളുകളുടെ മുമ്പിൽ കൈകൂപ്പി ചോദിക്കുന്ന ഒരവസ്ഥ ഒരടിമക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ചോദിക്കേണ്ടത് ഉടമയോടാണ്, ഉടമയായ അവന്റെ റബ്ബിനോടാണ് അവൻ ചോദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യപരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
മുസ്ലിമീങ്ങളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയമാണ് പലിശ എന്ന വിഷയം. പല ആളുകളും, പല മുസ്ലിമീങ്ങളും പലിശയിൽ അധിഷ്ഠിതമായ കച്ചവടങ്ങൾ നടത്തുന്നവർ, പലിശയിൽ അധിഷ്ഠിതമായ വാഹനങ്ങൾ വാങ്ങുന്ന ആളുകൾ എന്നിങ്ങനെ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതേ പലിശയുമായിട്ടാണ് പല ആളുകളും പല നിലക്കും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പലിശയുടെ വിഷയത്തിൽ വ്യക്തമായ നിലപാടാണ് ഇസ്ലാം പലിശയുടെ വിഷയത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് യംഹഖുല്ലാഹു റിബ, പലിശയെ അല്ലാഹു ക്ഷയിപ്പിച്ചു കളയുന്ന, ഒരു ബറക്കത്തും ഒരു നന്മയും പലിശയിൽ ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാലെടുത്തു വെക്കുന്നത് ദാരിദ്ര്യത്തിലേക്കാണ് എന്നുള്ളതാണ്. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് പലിശ എന്നത് ജീവിതത്തെ എളുപ്പമാക്കും, അവന്റെ സമ്പത്തിന് കുറച്ചും കൂടി ഉയർച്ച സമ്പത്തിലുണ്ടാകും, വർധനവ് സമ്പത്തിലുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കേണ്ടത്, അല്ലാഹു പറയുകയാണ്, അല്ലാഹു ആണ് പറയുന്നത്, പലിശയിൽ യാതൊരു ബർക്കത്തുമില്ല. അതുകൊണ്ട് പലിശയിൽ എന്തൊക്കെ ഒരാൾ ആരംഭിക്കുന്നുണ്ടോ അതെല്ലാം ദാരിദ്ര്യത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കും എന്ന തിരിച്ചറിവുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അർരിബ വഇൻ കസുറ ഫആഖിബതുഹു തസീറു ഇലാ ഖുൽ. ഒരു പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര തന്നെ വലുതാണ് എങ്കിലും അവന്റെ അവസാനം ദാരിദ്ര്യത്തിലേക്കായിരിക്കും. ഒന്നുമില്ലാത്ത പാപ്പരായി തീരുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. എത്ര പണക്കാരാണ് പലിശയിൽ അധിഷ്ഠിതമായ കച്ചവടം തുടങ്ങി എന്തൊക്കെയോ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് അവസാനം ഒന്നുമില്ലാതെ സ്വന്തം വീട് പോലും വിറ്റ്, സ്വന്തം വാഹനങ്ങൾ പോലും വിറ്റ് താമസിക്കാൻ ഒരിടം പോലും ഇല്ലാത്ത എത്ര ആളുകളുണ്ട് എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് ഒരു നിലക്കും നമ്മൾ പലിശയുമായി ബന്ധപ്പെടരുത് എന്നാണ് പറയാനുള്ളത്. ചില സലഫുകൾ പറയാറുള്ളത്, ചില മുൻഗാമികൾ പറയാറുള്ളത്, 40 വർഷം കഴിഞ്ഞാൽ, പലിശ എടുത്തവൻ 40 വർഷം കഴിഞ്ഞാൽ അവൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ്. എന്തിന് 40 വർഷം കാത്തു നിൽക്കണം? നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. പലിശയിൽ കുടുങ്ങി ഒരു കാറ് വാങ്ങിയിട്ട് ആ കാറ് മൂലം സ്വന്തം വീട് പോലും വിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്ര മനുഷ്യന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാലോചിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഒരു നിലക്കും പലിശയുമായി നമ്മൾ ബന്ധപ്പെടരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മൾ ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ആ പലിശയുടെ പുതിയ ഒരു വേർഷനാണ് ഇന്ന് നമ്മൾ കാണുന്ന EMI എന്ന് പറയുന്ന സിസ്റ്റം. പല ആളുകളും ഈ EMI എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നത് ഇത് പലിശരഹിതമാണ് എന്ന്. പലിശരഹിതമായ EMI എന്നൊക്കെയാണ് പേരിൽ ചില ആളുകൾ, ചില ഫിനാൻസ് കമ്പനികൾ എഴുതി വെക്കാറുള്ളത്. പേരിൽ അങ്ങനെ എഴുതിയത് കൊണ്ട് ഒരിക്കലും അതിൽ പലിശ വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പലിശ വരുന്നുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു ഫോണാണ് ഒരാൾ EMIയിൽ വാങ്ങുന്നതെങ്കിൽ അടവ് തെറ്റിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിൽ വർധന ഉണ്ടാകും, അവൻ പലിശ കൊടുക്കേണ്ടി വരും എന്ന് ആദ്യം നമ്മൾ ഒപ്പിടുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് EMIയിലും പലിശ വന്നു ചേരുന്നുണ്ട്. അതുമാത്രമല്ല, EMI എന്നത് വലിയ ഒരു കടക്കണിയാണ്. EMIയെ കുറിച്ച് കൃത്യമായി നിങ്ങൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും എവിടേക്കാണ് EMI എന്ന് പറയുന്ന സിസ്റ്റം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന്. ഇതിനർത്ഥം ഇസ്ലാം ഇൻസ്റ്റോളേഷനിലൂടെ വിൽക്കുന്ന എല്ലാ വിൽപ്പനയും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നല്ല. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബൈഉ തഖ്സീത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റോളേഷനിലൂടെ കാര്യങ്ങൾ വാങ്ങുന്ന കൃത്യമായ ഒരു കച്ചവടം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലിശരഹിതമായ കച്ചവടമാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന കച്ചവടം. അതുകൊണ്ട് EMIയുമായി ഇടപെടുന്ന ആളുകൾ അവർ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, പലിശയുടെ മറ്റൊരു ഇനമായിട്ടാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ഏതൊക്കെ മാർഗമാണോ സ്വീകരിക്കുന്നത് ആ മാർഗത്തിലൊന്നും ഒരിക്കലും നല്ല ഒരു അവസാനം ഉണ്ടാകും എന്നാരും കരുതേണ്ടതില്ല. മറിച്ച് വളരെ മോശമായ ഒരു പര്യവസാനം
പര്യവസാനമായിരിക്കും നമുക്കുണ്ടാവുക. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ധരിച്ചു വെക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കച്ചവടം ചെയ്യുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കച്ചവടം പോലും തുടങ്ങാൻ സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കച്ചവടം തുടങ്ങിയില്ല എങ്കിലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിക്കുക, റസൂലിനെ ധിക്കരിക്കുക എന്നതൊരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ വിഷയമല്ല. മറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിലക്കും പലിശയുമായി ബന്ധപ്പെടാതെ കൃത്യമായി കച്ചവടം നടത്തി പണക്കാരായ ഒരുപാട് ആളുകളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ദീനിനെ വിറ്റുകൊണ്ട് ദുനിയാവ് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് എന്നാണ് വളരെ നസീഹത്തോടുകൂടി ഉപദേശിക്കാനുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്നത് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, ആഖിറത്താണ് ഏറ്റവും നന്മ നിറഞ്ഞത്, ബാക്കിയാകുന്നതും ആഖിറത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ബാക്കിയാകുന്ന ഒരു ലോകത്തിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നൈമിഷികമായ മരിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഈ ലോകത്തിനു വേണ്ടി മാത്രം, ഈ ലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ അത്തരം കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വരാനിരിക്കുന്ന ഒരു ലോകം അത് വളരെ പ്രയാസകരമായിരിക്കും, വളരെ ശ്രമകരമായിരിക്കും, വളരെ വലിയ ബുദ്ധിമുട്ട് ആ ഒരു ലോകത്തിൽ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റബ്ബ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.